നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 3 ഓഫ് കപ്സ് എനർജിയാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനിൽ നിന്ന് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് ഒരു ആക്സിഡന്റലി വന്നൊരു കണക്ഷനാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന ഒരു കണക്ഷനാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി വന്ന കണക്ഷൻ ആയിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാതെ വന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് സോൾസ് എനർജിയാണ്. ഈ കണക്ഷനിലോട്ട് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ഒരു കണക്ഷനിൽ പെട്ടുപോയ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നു, നിങ്ങൾ ആ കണക്ഷനിലോട്ട് പോകുന്നു. നിങ്ങൾ ഒരിക്കലും എന്റെ ലൈഫിൽ ഇനി ഒരു റിലേഷൻ, ഒരു പ്രണയം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരികയും അങ്ങനെ ആ ഒരു കണക്ഷനിലോട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിലോട്ട് പോവരുത് എന്ന് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ അറിയാതെ ആ ഒരു കണക്ഷനിൽ പെട്ടുപോയി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയെങ്കിലും ഈ ഒരു നിങ്ങൾ ഒരു പ്ലാൻ ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കണക്ഷനിൽ പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഇതിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആയതിനു ശേഷം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ കണക്ഷനിലോട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് എന്നാണ്, സെൽഫ് ഗ്രോത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത് എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള ഒരു ഏണിങ്സ് വേണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് വരണം എന്നുള്ള രീതിയിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അങ്ങനെ അത്രയും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു കണക്ഷനിൽ ഇപ്പം ഒരു കാർമിക് സിറ്റുവേഷൻ വന്നതായിട്ടാണ് കാണുന്നത്, ഒരു കർമ്മ വന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കർമ്മ നിങ്ങൾക്കൊരു പെയിൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കർമ്മ ക്രിയേറ്റഡ് ആവുകയും അത് നിങ്ങൾക്കൊരു പെയിൻ, അതായത് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന അല്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഈ റിലേഷനിൽ ഒരു പെയിൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ നിങ്ങൾ വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്, ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ്, ഒരു നീതി കിട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് കപ്സ് എനർജിയാണ്. ഇതൊരു സോൾ കണക്ഷനുള്ള റിലേഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതും നിങ്ങൾ ആഗ്രഹിക്കാതെ, അതായത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കണക്ഷനിലോട്ട് പോകരുത് എന്ന് വിചാരിച്ചിട്ട് പോലും നിങ്ങൾ അതിലോട്ട് ഇൻവോൾവ്ഡ് ആയതും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും നിങ്ങൾ ഈ കണക്ഷനിലോട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു ഇമോഷണൽ അഡിക്ഷനിൽ നിൽക്കുവാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കണക്ഷൻ ഒരു സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ വന്നാലും ഇത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ ഒരു കണക്ഷൻ എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും, പഴയതുപോലെ തന്നെ റിലേഷൻ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു ഇഷ്യൂസ്, ഈ ഒരു കാർമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ.
ദ മജീഷ്യൻ കാർഡ് കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ. അതായത് മുൻപുണ്ടായിരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് യൂണിവേഴ്സ് അതിന് ഒരു ജസ്റ്റിസ് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ആ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ അത് വർക്കാവും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടിയാണ് ഈ റിലേഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കർമ്മ വരുന്നത് നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിലും കൂടി ഇൻവോൾവ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സൺ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ റിലേഷനിൽ നിൽക്കാത്ത ചില സമയത്ത് ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ പോകുന്നത് നിങ്ങൾ കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട്ട് സ്പിരിച്വൽ കാര്യങ്ങളോട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് നിങ്ങൾക്കുള്ളിലോട്ട് നിങ്ങളൊന്ന് തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഈ റിലേഷൻ ഇടയ്ക്ക് വരുന്നത് എന്നാണ് കാണിക്കുന്നത്. ദ സ്റ്റാർ കാർഡാണ്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇറീപ്ലേസബിൾ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പകരം മറ്റൊരു പേഴ്സണെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈഫിലോട്ട് മറ്റൊരു പേഴ്സണെ അവർക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ അവർക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും ഡെപ്തിലുള്ള ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. റീയൂണിയൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു പഴയ ബോണ്ടിങ്ങിലോട്ട് തിരികെ വരും. ഒരു റീയൂണിയൻ ഈ റിലേഷനിൽ മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത്. കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ഒരു ചാൻസ് മുന്നോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. റെസിപ്രോസിറ്റി എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഈ റിലേഷൻ മുന്നോട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ ഉണ്ടെങ്കിലും അത് മുന്നോട്ട് രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുന്ന രീതിയിലോട്ട് റിലേഷൻ മുന്നോട്ട് മാറും. ഒരു ചേഞ്ച് അങ്ങനെ വരും എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ആ ഒരു ബോണ്ടിങ്ങും സ്നേഹവും കണക്ഷനും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പഴയ ആ ഒരു ബോണ്ടിങ്ങിലോട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി, ഈ ഒരു കാർമിക് സിറ്റുവേഷൻ ഒക്കെ മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലോട്ട് ഈ റിലേഷൻ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് റിലേഷൻ മാറും. ഇപ്പോഴുള്ള ഈ സ്ട്രഗിൾ പീരീഡ് ഒക്കെ മാറി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻ ചേഞ്ച് ആവും എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നവംബർ, മകീര്യം, സെപ്റ്റംബർ, പൂരം, 1990, മാർച്ച്, ഒക്ടോബർ, പൂരുട്ടാതി, 1994, ഉത്രാടം, മകം, ലെറ്റർ എം, ലെറ്റർ എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.